ന്യൂസ് മലയാളം പ്രതിനിധിയെ ആക്ഷേപിച്ച് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരാമർശം സംബന്ധിച്ച ചോദ്യമാണ് പി.സി. ജോർജിനെ പ്രകോപിപ്പിച്ചത്. നീ ഊളത്തരവുമായി ഇറങ്ങിയിരിക്കുകയാണോടാ എന്ന് പി.സി. ജോർജ് ന്യൂസ് മലയാളം കോട്ടയം പ്രതിനിധി അജിത് ബാബുവിന് നേരെ ആക്രോശിക്കുകയായിരുന്നു. ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാകും, അതിനെന്തു വേണമെന്നും പണ്ട് പറഞ്ഞതൊക്കെ തോണ്ടി പുറത്തിടാനാണോ ശ്രമമെന്നും പി.സി. ജോർജ് ക്ഷുഭിതനായി നമുക്ക് കാണാം. കഴിഞ്ഞ തവണ മത്സരരംഗത്ത് സജീവമായി ഇടപെടുകയും പക്ഷേ അതിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സമുദായം എതിരായി നിന്നു എന്നുള്ളതാണ്. അത് ഒരു വൈകാരികമായ ഒരു പശ്ചാത്തലം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നുള്ള പശ്ചാത്തലം എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? കാര്യം ചർച്ച ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അന്ന് പറഞ്ഞ പ്രസ്താവനകളൊക്കെ അതൊക്കെ പോടെ. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. പോയി നീ മറ്റേ പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക എൻ്റെ അടുത്തോട്ട്. നീ വേറെ പല പണിയും നോക്കി പോയി. മനസ്സിലായില്ലേ? ഞാൻ ജയിക്കുന്ന MLA തന്നെ, ഒരു സംശയം വേണ്ട. ഞാൻ ഊളത്തരമൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞു അങ്ങനെ ഊളത്തരല്ല. അത് ഊളത്തരമാണ്. അതെങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ പറയാൻ പാടില്ല? വളരെ സ്നേഹത്തോടെ വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? വളരെ വ്യക്തമല്ല അഭിപ്രായം പറഞ്ഞു. ഇതേ അഭിപ്രായം താങ്കൾ പറഞ്ഞില്ലേ? അത് അന്ന് അങ്ങനെ പലതും പറയട്ടെ. ഞാൻ ഉണ്ടാകുന്നതിനും പറഞ്ഞ കാര്യം ഇപ്പൊ എടുത്തോണ്ട് അതല്ല ചോദിച്ചത്. താങ്കൾ ഇത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാധ്യമത്തോട് നോക്കണോ വർത്താൻ എന്താ അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. താങ്കൾ അങ്ങനെ വൃത്തികൾ പറയാൻ പാടില്ല. ചോദിച്ചിട്ടില്ല അനാവശ്യമായി. നീ ഇവിടെ വന്നേ നല്ല ഉദ്ദേശത്തോടെ അല്ല. നീ നല്ല ഉദ്ദേശം വന്നാണെങ്കിൽ ഇനി വൃത്തിയുടെ ചോദ്യം ചോദിക്കില്ല. നീ പറഞ്ഞു പോകാൻ പറഞ്ഞു. എനിക്ക് വർത്തമാനം പറയാൻ ഇഷ്ടമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. നിന്നോട് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. ലോകം മുഴുവൻ മറന്നു കിടക്കുന്ന ഒരു കാര്യം നീ ഉടനെ ഒക്കെ എടുത്തോണ്ട് ഞാൻ പറഞ്ഞില്ല. പ്രതികരിച്ചു. അത് മാധ്യമോട് പറഞ്ഞില്ലേ? അതല്ലാതെ നമ്മൾ വേറെ അനാവശ്യമായി ചോദിച്ചിട്ടില്ല. അതിലേറ്റവും ഗംഭീരമായി തോന്നിയത് അദ്ദേഹത്തിൻ്റെ അണികൾ ഉടനെ അജിത് ബാബുവിനെ ആശ്വസിപ്പിക്കുകയാണ്. സാറിനോട് ഇങ്ങനെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. ഇന്നലെ ഈ വിഷയത്തിൽ തന്നെ പി.സി. ജോർജ് പ്രതികരിച്ചതാണ്. പി.സി. ജോർജ് കണ്ട തോന്നിവാസമെല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയിരുന്നു. അതിനുശേഷം ആ വിഷയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞതാണല്ലോ എന്ന് ചോദിച്ചപ്പം അതൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന മട്ടിലാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രതികരിച്ചൊഴിഞ്ഞത്. ഇന്നിപ്പോൾ പഴയ പരാമർശങ്ങൾ തിരിച്ചടിയാകുമോ എന്നുള്ള വളരെ സ്വാഭാവികമായ വളരെ സാധാരണ ചോദ്യമാണ് അജിത് ബാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പി.സി. ജോർജിൻ്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ആ സ്വഭാവത്തിൽ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ഇപ്പോൾ അജിത്ത് ഇപ്പോൾ ചേരുന്നുണ്ട്. അജിത്ത്, ഇതിപ്പോൾ നമ്മൾ പി.സി. ജോർജിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രതിനിധിയാണ്. ഈ ദേശീയ പാർട്ടിയുടെ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താണ് സ്വഭാവത്തിലോ അദ്ദേഹത്തിൻ്റെ ഭാഷയിലോ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. ഹർഷൻ, ഇങ്ങനെയൊക്കെ വൈകാരികമായി അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഏറ്റവും അപ്പോഴും സ്നേഹത്തോടെ കൂടെ തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. കാരണം അതൊരു തരത്തിലുള്ള നിലപാടിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനോ വൈകാരികമായി ഒരു ചോദ്യമോ നമ്മൾ ചോദിച്ചിട്ടില്ല. കാരണം ഇന്നലെ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതായത് കഴിഞ്ഞ തവണ താൻ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് അത് അപ്പോൾ ഉണ്ടായ അവർ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞതാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് പി.സി. ജോർജ് പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞ പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. വളരെ ഗുരുതരമായ പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ പ്രസ്താവനകളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസ്താവനകൾ അദ്ദേഹം പിൻവലിക്കുന്നുണ്ടോ, അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ പ്രസക്തമാകുന്നത്. അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പോയത്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി രണ്ട് ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു, ഇവിടെ ആരുമായിട്ടാണ് മത്സരം എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചത്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിനുശേഷമാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം വൈകാരികമായി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. വ്യക്തിപരമായി ഞാൻ ഒരാളെ പോലും ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ അല്ലാതെ ഡാ എന്നോ നീന്നോ പോലും വിളിക്കാത്ത ഒരാളാണ്. അങ്ങനെ ഞാൻ വിളിക്കാൻ ശീലിച്ചിട്ടുമില്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അല്ലാതെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പോലും താല്പര്യമില്ലാത്ത ഒരാളാണ്. തിരിച്ചും അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമല്ല. അപ്പം അദ്ദേഹം ഇത്രത്തോളം വൈകാരികമായി പൊട്ടിത്തെറിക്കേണ്ട ഏത് പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അറിയില്ല. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ അത് വിവാദമാവുകയും അതല്ലെങ്കിൽ അത്തരത്തിൽ ആ പരാമർശങ്ങളുടെ ഭാഗമായി വിമർശനങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വന്ന പശ്ചാത്തലമായിരിക്കും ഇന്ന് നമ്മളോട് അദ്ദേഹം പ്രതിഫലിപ്പിച്ചതെന്ന് മാത്രമേ കരുതുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പേഴ്സണലായി നമ്മളെ അത്
തരത്തിൽ ഒരു ഹർട്ട് ചെയ്യുന്ന ഒരു ചെറിയ വാക്ക് പോലും അതിൽ നിന്നുണ്ടാവുന്നില്ല. കാരണം അത് പറഞ്ഞത് പി സി ജോർജാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ കേട്ട് നമ്മളെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി അതിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. വാർത്ത എന്ന നിലയ്ക്ക് ആ വാർത്തയ്ക്കും ആ ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഗുരുതരമായ ഒരു സമൂഹത്തെ ഈ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ ആകെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരുപക്ഷെ നമുക്ക് ലൈവായി പറയാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയും വംശീയമായ മതവിദ്വേഷം പുലർത്തുന്ന പ്രസ്താവനകളാണ് ഉണ്ടായത്. അതിനദ്ദേഹം മാപ്പ് പറയുന്നുണ്ടെങ്കിൽ അത് ഏത് ഘട്ടത്തിലാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണെങ്കിൽ പോലും അതിനൊരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിൻ്റെ പശ്ചാത്തലമാണ് നമ്മളോട് അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കാൻ അടക്കമുള്ളത്. പക്ഷേ അപ്പോൾ അദ്ദേഹം രൂക്ഷമായി പ്രതികരിക്കുമ്പോൾ ഹർഷൻ പറഞ്ഞ കാര്യമാണ്, അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല. ഈ മാപ്പ് പറഞ്ഞത് ഉൾപ്പെടെ ഇനി ആവർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്ത് ഈ മറ്റൊരു വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, എന്ത് പ്രകോപനപരമായ ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചത് എന്നുള്ളത്. എനിക്ക് പ്രകോപനപരമായ ചോദ്യങ്ങൾ അതിൽ ഒരുപാട് നമുക്കുണ്ട്. സാധാരണഗതിയിൽ താങ്കൾ പറഞ്ഞ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഇപ്പോഴും താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ, അത്തരത്തിൽ വസ്തുതാപരമായ അതിൻ്റെ ഫാക്ച്വൽ നമ്പറുകൾ പറഞ്ഞതിൽ തെറ്റാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങളൊന്നും നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. പകരം ഏറ്റവും സാധാരണമായി അന്നത്തെ ആ പ്രതികരണത്തിൽ ഇപ്പോൾ അതിലോടുള്ള അഭിപ്രായം മാത്രമാണ് ചോദിച്ചത്. അതിൽ ഇത്രത്തോളം പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പക്ഷേ അങ്ങനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം അത് പി സി ജോർജാണ്. അതെ, പി സി ജോർജ് ആയതുകൊണ്ട് ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരിക്കൽ കൂടി പക്ഷേ ആ രംഗം പ്രേക്ഷകർ കാണേണ്ടതുണ്ട്. അത് കാണാം. തവണ മത്സര രംഗത്ത് സജീവമായി ഇടപെടുകയും പക്ഷേ അതിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സമുദായം എതിരായി നിന്നു എന്നുള്ളതാണ്. അത് ഒരു വൈകാരികമായ ഒരു പശ്ചാത്തലം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നുള്ള പശ്ചാത്തലം എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? കാര്യം ചർച്ച ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അന്ന് പറഞ്ഞ പ്രസ്താവനകളൊക്കെ അതൊക്കെ പോടെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. പോയി നീ മറ്റേ പണി കൊണ്ട് ഇറങ്ങിയിരിക്കുക എൻ്റെ അടുത്തോട്ട്. നീ വേറെ പല പണിയും നോക്കി പോയി. മനസ്സിലായില്ലേ? ഞാൻ ജയിക്കുന്ന MLA തന്നെ, ഒരു സംശയം വേണ്ട. ഞാൻ ഊളത്തരമൊന്നും എന്നോട് ചോദിക്കരുത്. പറഞ്ഞു അങ്ങനെ ഊളത്തരല്ല, അത് ഊളത്തരാണ്. അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? വളരെ സ്നേഹത്തോടെ ഞാൻ വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? വളരെ വ്യക്തമല്ലേ അഭിപ്രായം പറഞ്ഞു. ഇതേ അഭിപ്രായം താങ്കൾ പറഞ്ഞില്ലേ? അത് അന്ന് അങ്ങനെ പലതും പറയട്ടെ. ഞാൻ ഉണ്ടാകുന്നതിനും പറഞ്ഞ കാര്യം ഇപ്പോൾ എടുത്തോണ്ട് അതല്ല ചോദിച്ചത്. താങ്കൾ ഇത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാധ്യമത്തോട് നോക്കണോ വർത്താനം എന്താ അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. താങ്കൾ അങ്ങനെ വൃത്തികൾ പറയാൻ പാടില്ല. ചോദിച്ചിട്ടില്ല അനാവശ്യമായി. നീ ഇവിടെ വന്നേ നല്ല ഉദ്ദേശത്തോടെ അല്ല. നീ നല്ല ഉദ്ദേശം വന്നാണെങ്കിൽ ഇതിനെ വൃത്തികെട്ട ചോദ്യം ചോദിക്കില്ല. നീനോ പറഞ്ഞു പോകാൻ പറഞ്ഞു. എനിക്കൊരു വർത്തമാനം പറയാൻ ഇഷ്ടമില്ല. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? നിന്നോട് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. ലോകം മുഴുവൻ മറന്നു കിടക്കുന്ന ഒരു കാര്യം നീ ഉടനെ ഒക്കെ എടുത്തോണ്ട്. പി സി ജോർജ് ഉണ്ടാവുന്നതിന് മുമ്പ് പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ അജിത്തിനോട് പറഞ്ഞത്. 2025 ജനുവരി 5-ലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട പരാമർശം പൊതുസമൂഹത്തിന് മുന്നിലുണ്ടായിട്ടുള്ളത്. അതെന്താണെന്ന് ആവർത്തിക്കാൻ അജിത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ആവർത്തിക്കുന്നില്ല. പക്ഷേ അത് പ്രേക്ഷകർ അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. 2025 മാർച്ച് 9-ന് മറ്റൊരു പരാമർശം, സമാനമായ സ്വഭാവത്തിലുള്ള പരാമർശം ഉണ്ടാവുന്നുണ്ട്. 2022 ഏപ്രിൽ 29-ന് ഉണ്ടാവുന്നുണ്ട്. 2021 ഈരാറ്റുപേട്ടയിൽ പരാമർശം ഉണ്ടാകുന്നു. 2022 വെണ്ണലയിലെ പ്രസംഗത്തിൽ അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. 2024 മെയ്യിൽ സമാനമായ സ്വഭാവത്തിലുള്ള പ്രസംഗം ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം മതവിദ്വേഷം വെച്ച് പുലർത്തുന്ന സ്വഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ആ പരാമർശങ്ങൾ നിലനിൽക്കെ അദ്ദേഹം അതിൽ പ്രത്യേകിച്ചൊരു മാപ്പ് പറച്ചിലോ ഒന്നുമില്ലാതെ തന്നെ ആ കേസുകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്തെത്തുന്നത്. അതേക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്, ആ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിനോട് ഏറ്റവും വഷളായ പി സി ജോർജിൻ്റെ സ്വന്തം ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല.